എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. പെട്ടെന്നാണ് ലാലുചായനെ ഈ ദോഹയിലേക്ക് വരുന്ന കാര്യം ഓർപ്പിച്ചത്. അപ്പോൾ ഈ 2 ആഴ്ച നാട്ടിലെ വലിയ തിരക്കം കൊഴിഞ്ഞു. അവിടെ എക്സാമിന്റെ സമയമായതുകൊണ്ട് കൺവെൻഷനുകളൊന്നും ഇല്ല 2 ആഴ്ച. അപ്പൊ ഞാൻ പറഞ്ഞു 2 ആഴ്ച കുഴപ്പമില്ല, 26-ാം തീയതി ഉണ്ട്, അപ്പം 25-ാം തീയതി അങ്ങ് തിരിച്ചു പോകും. അങ്ങനെ പെട്ടെന്നാണ് ഈ ഒരുങ്ങിയത്. എങ്കിലും ഇവിടെ വന്നപ്പോൾ പല പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുകയും ക്ഷണം സ്വീകരിച്ച് കർത്താവിനെ സാക്ഷിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇതിനു മുമ്പ് ആദ്യമായിട്ട് ദോഹയില് സാം പാസ്റ്ററാണ് എന്നെ കൊണ്ടുവന്നത്. അതിന് മുഖാന്തരമായി നിന്ന് പ്രിയപ്പെട്ടവര് ഇവിടെ വന്ന് കൺവെൻഷനിൽ ശുശ്രൂഷിപ്പാൻ, സഭയിലൊക്കെ ശുശ്രൂഷിപ്പാനിടയായി. അതും ചുരുങ്ങിയ ദിവസങ്ങൾ. വീണ്ടും ഇങ്ങനെ ഒരു അവസരം ദൈവത്താൽ ഒരുക്കപ്പെട്ടത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ പരസ്യം ചെയ്തതുപോലെ പാട്ടും പ്രസംഗവും കൂടെ അവര് ചില പാട്ടുകൾ പാടി, ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇതെല്ലാം കൂടെ എങ്ങനെ ഒപ്പിക്കുമെന്ന് ഞാനും ചിന്തിക്കുക. എന്റെ സ്വരം അത്ര നല്ലതുമല്ല, ട്യൂണും ഒക്കത്തില്ല. എങ്കിലും പഴയ പാട്ടിനോട് താല്പര്യം ഉള്ളത് കൊണ്ട് ഈ 2 ശീല് പാടുന്നെന്ന് പറയുന്നില്ല, പറയുക. കാരണം നന്നായി ഗാന ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം മാന്യ സഹോദരി സഹോദരന്മാരുണ്ട്. എങ്കിലും പഴയ പാട്ടിനോടാണ് കൂടുതൽ താല്പര്യം. പുതിയ പാട്ട് എല്ലാം മോശമാണെന്ന് പറയുന്നില്ല, ചില പാട്ടുകൾ നല്ലതുമാണ്. എന്നാൽ മിക്കതും നമുക്കൊരു ആത്മീയ ചൈതന്യം വരുത്തുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ നല്ല ഓളവും ഇളക്കവും ഒക്കെ ഉണ്ട്. എങ്കിലും പഴയ പാട്ട് ഞാൻ പറയണ്ട, പാടുമ്പോൾ ഇപ്പോഴും അതിനൊരു ചൈതന്യമുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ടൊരു വാക്യം വായിച്ചു. 21-ാം തീയതിയും ഈ സഭയോട് ബന്ധപ്പെട്ട് ശുശ്രൂഷയുണ്ട്. അപ്പൊ ഇന്ന് പറയാത്തതിന്റെ ബാക്കി 21-ന് പറയാം. ഇതെല്ലാം കൂടെ പാട്ടും ഇതെല്ലാം കൂടെ. പണ്ട് 1/2 മീറ്റർ തുണി കൊടുത്ത് അവന് 12 വയസ്സുണ്ട്, അവന്റെ അളവിന് തയ്പ്പിക്കണം. അവന്റെ അനിയൻ 8 വയസ്സുകാരൻ, അവനും വല്ലപ്പോഴും വിടും. അപ്പം പറഞ്ഞ് ഞാനും വല്ലപ്പോഴും ഇടുമെന്ന്. അപ്പൊ ആകെ 1/2 മീറ്റർ തുണിയേ ഉള്ളൂ. അളവെടുത്തത് 12 വയസ്സുകാരൻ്റെയാ, ഇടുന്നത് 8 വയസ്സുകാരനും 30 വയസ്സുകാരനും. അപ്പം ഈ സമയത്തിന്റെ പരിമിതി ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒപ്പിക്കാൻ ബുദ്ധിമുട്ടായി. എങ്കിലും അല്പസമയങ്ങൾ നമുക്ക് ദൈവവചനവും പഴയ പാട്ടിന്റെ ഈരടികളും ഒക്കെ പാടുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ കൂടെ ബഹുമാനപ്പെട്ട ജയ്സൺ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം സംഗീത ശുശ്രൂഷയിൽ വളരെ തികവുള്ള ഒരാളാണ്. ഇരുത്തിക്കൊണ്ട് പുകഴ്ചയൊന്നും പറയല്ല. ഞാൻ പല ആൾക്കാരെ കാണുകയും കേൾക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മിക്ക വാദ്യോപകരണങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്യും. പക്ഷെ പേരിനും പ്രശസ്തിക്കും താല്പര്യമുള്ള ആളല്ല. എൻ്റെ ഒരു കാരണം TPM-ലാ പോകുന്നത്. അപ്പൊ അത് പരുവത്തിനിരിക്കുക. നമ്മുടെ ഇടയിലെ ആൾക്കാരായപ്പോഴും ഫോട്ടോയും കാര്യവും ഇടിപിടിയൊക്കെ വെക്കണം. അപ്പൊ അദ്ദേഹം അതിനോട് താല്പര്യമില്ല. തന്നെയല്ല, ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ അനേക ഇടങ്ങളിൽ ഒന്നിച്ചു പോകാറുണ്ട്. ആരും കാണരുത് അറിയരുതെന്നും പറഞ്ഞിരിക്കുന്ന ആളാണ്. എന്നാലേ ഹാർമോണിയം നന്നായിട്ട് അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം. കീബോർഡ് അതും എനിക്കതിന്റെ കണക്കും വകുപ്പും അറിയത്തില്ല. 2ഉം 3ഉം ഒക്കെ വെച്ച് നന്നായിട്ട് കളിക്കും. നന്നായിട്ട് ചുമ്മാ കീന്ന് വെച്ചോണ്ടിരിക്കുകയല്ല. അതുപോലെ തന്നെ തബലയും നന്നായിട്ട് വായിക്കും. ചില പറയുന്ന തബല അടിക്കുന്ന, തബല അടിക്കുകയല്ല, തബല വായിക്കുക. മൃദംഗവും കൈകാര്യം ചെയ്യും. പിന്നെ നന്നായിട്ട് പാട്ടും പാടും. ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും അതിനുള്ള ദൈവകൃപയൊക്കെ അദ്ദേഹത്തിന് ദൈവം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സ്റ്റുഡിയോ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ പണി തീർന്നില്ലെന്ന് തോന്നുന്നു. അപ്പൊ തന്നെ അതിനകത്ത് പല കാര്യങ്ങൾ കമ്പോസിങ്ങും ഒക്കെ ഉണ്ട്, പല കാര്യവും. അത് ഞാൻ രസത്തിനോ അദ്ദേഹത്തെ കളത്താനൊന്നും പറഞ്ഞതല്ല. ഞാൻ അങ്ങനെ വലിയ കളത്തുന്നതിനോട് താല്പര്യമുള്ള ആളുമല്ല. പക്ഷെ അതൊക്കെ ചെയ്യുന്ന മാന്യ സഹോദരനാണ്. പറഞ്ഞൊന്ന് വിളിക്കണം. ചിലരൊക്കെ എന്തെങ്കിലും ഒരു ഇച്ചിരി കിട്ടിയാൽ മതി, അവർ പിന്നെ അങ്ങ് കള നിൽക്കുക.
പിന്നെ അവരുടെ വകുപ്പും സംസാരമൊക്കെ കേട്ടാൽ നമുക്ക് പുള്ളി അധികം സംസാരിക്കുന്നുമില്ല. ദൈവത്തിന് മഹത്വം. തന്നെയല്ല, വെളുപ്പിനെ ഞങ്ങൾ എഴുന്നേറ്റ് സ്തോത്ര പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് അവരവിടെ ശീലിച്ചത് കൊണ്ട് എനിക്കും അത് താല്പര്യമാണ്. സ്തോത്ര പ്രാർത്ഥനയും തന്നെയല്ല, ഏത് ശുശ്രൂഷയ്ക്ക് പോയാലും മുട്ടുകുത്തി വെച്ച് പറയും, തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും, എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ. അങ്ങനെയൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി കാര്യം ഞാനും പഠിച്ചിട്ടുണ്ട്. ആ മാന്യ സഹോദരനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് മൈക്ക് കൂടെ വായിക്കുന്നതായിരുന്നു ഉചിതം. ആ വായിക്കുന്ന സഹോദരിക്ക് ഒരു മൈക്ക് കൊടുക്കാനുണ്ടോ? ഇല്ലെങ്കിൽ മൈക്ക് കൂടെ ഒരാൾ വായിച്ചാലും മതി, തെറ്റിക്കരുതെന്നേ ഉള്ളൂ. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൽ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പരദേവനകോ നമുക്ക് പരിത്രാണനത്തിൻ അധിപൻ, മരണത്തിൽ നിന്നൊഴിവു കർത്തന അഖില ശക്ത നിൻ തിരുകരത്തിലുണ്ടനിജയി. പരദേവനകോ നമുക്ക് നാരികളിൽ വൻ തലയ തകർക്കും, പിടച്ചു നടക്കും അവന്റെ മുടികൾ. 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 മൂടിയാനെറുകയെ തന്നെ മുറിക്കും ആദിനാഥനുര ചെയ്ത അനുജയി. പരദേവനകോ നമുക്കോ പരിത്രാണനത്തിൽ അധിപൻ, മരണത്തിൽ നിന്നൊഴി കർത്തനാമഖില ശക്തനി തിരുകരത്തിലുണ്ടനിജയി. പരദേവനകോ നമുക്ക് കല്ലേ 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 യുദ്ധജന പ്രഭുക്കൾ, സെബുലൂൻ പ്രഭുക്കൾ, നഫ്താലി പ്രഭുക്കൾ. യുദ്ധജന പ്രഭുക്കൾ, സെബുലൂൻ പ്രഭുക്കൾ, നഫ്താലി പ്രഭുക്കൾ. യുദ്ധജന പ്രഭുക്കൾ, സെബുലൂൻ പ്രഭുക്കൾ, നഫ്താലി പ്രഭുക്കൾ. ഏകി നിന്റെ ബലമേകന തന്നടിയാർക്കു ചെയ്തുറപ്പിപ്പനി സദതയേ. പരദേവനകോ നമുക്ക് പരിത്രാണനത്തിൽ അധിപൻ, മരണത്തിൽ നിന്നൊഴി കർത്തന അഖില ശക്തനി തിരുകരത്തിലുണ്ടനിജയി. പരദേവനകോ നമുക്ക്
മന്ദിര നിമിത്തം അരജർ നിനക്ക് ഭയന്നു തിരുമുൻ മന്ദിര നിമിത്തം അരജർ നിനക്ക് ഭയന്നു തിരുമുൻ മന്ദിര നിമിത്തം അരജർ നിനക്ക് കാഴ്ച കൊണ്ടുവരുമേ ചുമി നുജയമേ ചുമി നുജയമേ ചുമി നുജയി വനദേവനകു നമുക്ക് വരുന്നാനവൻ അരണത്തിൽ നിന്നൊഴിവുക തന മകിലരായി തിരുകരനിലോ തനിജയി വനദേവനകു നമുക്ക് കരമുയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഈ നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എപ്പോഴാ പ്രസംഗം നിർത്തണ്ട, നാം വാച്ച് ചെയ്ത് തരാൻ കൃത്യസമയത്ത് നിർത്താം. അതിപ്പോ 20:19 അപ്പം 21:15 കൃത്യത്തിന് നിർത്തി തരാം. എഴുന്നേക്കണ്ട, ഞാൻ എഴുന്നേപ്പിക്കുകയല്ല, എന്റെ പരുവത്തിന് ഞാൻ കൂടെ എഴുന്നേക്കണ്ട. 21:14 15 14 നിർത്താം. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുകയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവിൻ. പിടിച്ചു തരണമെന്നാ പറയുന്നത്. വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ് ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത്. ഞാൻ അതിന്റെ തുടക്കത്തിൽ ഇങ്ങനെ അതൊക്കെ ആയിരിക്കും വരുന്നത്, കാരണം അടുക്കടുക്കായിട്ട് പഠിച്ചെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും മനസ്സിലാകൂ. അപ്പം ഇന്ന് പറഞ്ഞ് തീർന്നില്ലെങ്കിൽ നമുക്ക് 21-നല്ലയോ 21 അത് ഭാഗ്യം കൂടെ പറയാനാ കർത്താവിൽ ആശിക്കുന്നത്. അന്നേരത്തെ നടത്തി വേദപുസ്തകത്തിലെ 66 പുസ്തകം, ഇതൊക്കെ നിങ്ങൾക്കറിയാം. 66 പുസ്തകം, പഴയ നിയമത്തിലെ 39 പുസ്തകവും പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും, അങ്ങനെ 66 പുസ്തകം. അതിലെ ഈ 66 പുസ്തകം നിങ്ങൾക്കറിയാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുക. ഇത് ഏതാണ്ട് 1600 കൊല്ലങ്ങൾ കൊണ്ട് ഏതാണ്ട് ഒരു 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട ക്രമപ്പെടുത്തിയ പുസ്തകമാണ് സത്യവേദ പുസ്തകം. 66 പഴയ നിയമത്തിലെ 39 പുസ്തകം 30 പേരാണ് എഴുതിയത്. പുതിയ നിയമത്തിലെ 27, ആ പുതിയ നിയമത്തിലെ ആരും 4 പേര് അപ്പോസ്തലൻ, 1 പത്രോസ്, 2 അപ്പോസ്തലന്മാർ, യാക്കോബും യൂദയും. എന്നാൽ ഇത് 2 പേര് പത്രോസിന്റെ കൂടെ ഏറെ സമയവും ലൂക്കോസ് പൗലൂസിന്റെ കൂടെയും ശുശ്രൂഷയിൽ ധാരാളം സഹകരിച്ചവരാണ്. അത് ഇങ്ങനെയുള്ള മോശയുടെ പഞ്ചഗ്രന്ഥം നമുക്കറിയാം 5 പുസ്തകമാണ്. ശേഷമായിട്ട് ചരിത്ര പുസ്തകങ്ങളാണ്.
യോശുവയുടെ തുടർന്ന് സംഗീത പുസ്തകങ്ങൾ. ആ സംഗീത പുസ്തകങ്ങളിൽ തന്നെ പാട്ടുകളുടെ പാട്ട് എന്നറിയപ്പെടുന്ന ഉത്തമഗീതം. പിന്നീട് പ്രവചന പുസ്തകം, വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. വലിയ പ്രവാചകന്മാരാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. ചെറിയ പ്രവാചകന്മാർ ഹോശയ പ്രവാചകന്മാർ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾ പറയും ഇത്രയും ബന്ധപ്പെട്ട് വന്ന് ഇത് കേൾക്കാനാണോ? ഇതും അറിയാത്തവർ ഇതിനകത്തുണ്ട്. ഉണ്ട്. ആ നോട്ടം കാണുമ്പോ അറിയാം. ഓ, കണ്ണുമൊക്കെ കാണുമ്പോ അറിയാം. ആട്ടെ, ആർക്കെങ്കിലും ഒരാൾക്ക് ഗുണമായി തീരട്ടെ. ഇങ്ങനെയുള്ള ഈ പുസ്തകം സത്യവേദ പുസ്തകം, ഇതുപോലൊരു പുസ്തകം ഉലകത്തിലില്ല. ആർക്കും ഉണ്ടാക്കാനും ഒക്കത്തില്ല, ഉണ്ടാകുകയില്ല. ഇതിന്റെ ഒറിജിനൽ അങ്ങ് സ്വർഗത്തിലുണ്ട്. ആകാശം ഭൂമിയൊക്കെ മാറിപ്പോയാൽ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാ, ഇപ്പൊ ഈ പുസ്തകമൊക്കെ ആയിട്ട് നടക്കുന്ന ചിലർക്ക് നാണക്കേട് പോലെ. നാണക്കേടാന്നോ കനം കൂടിയത് കൊണ്ടാന്നോ ചിലരുടെ കയ്യിരിക്കുന്നില്ല, ഒട്ടും കനമില്ല. ചില ഇങ്ങനെ നോക്കുന്ന, കാരണം ഞാൻ എഴുതിയേക്കുന്നത് ചില നോക്കുന്നുമില്ല, അത് വലിയ കാര്യം. എന്തായാലും ഇതുപോലൊരു പുസ്തകം, വേറൊരു പുസ്തകം ഇതിന്റെ പേര് തന്നെ സത്യവേദം. വേദങ്ങൾ ഒത്തിരി ഉണ്ട്, നമ്മൾ നാട്ടിൽ പഠിച്ചിട്ടുള്ളതാ. 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങൾ. അതിൽ വേദം ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവ്വവേദം, 4 വേദമാണ്. പക്ഷെ ഈ വേദത്തിന്റെ പ്രത്യേകത സത്യവേദമാണ്. ഇടയ്ക്ക് 2 ശീല് പാടാമല്ലോ, അല്ലയോ? ഈ 2 ശീല് പാടട്ടെ. ആ, വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടും തേനിനേക്കാൾ, പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും, പാറയെ പൊട്ടിക്കും ചുറ്റികയും. വേദഗ്രന്ഥത്തിലെ ദിവ്യവചനങ്ങൾ മാധുര്യമേറിടുന്നതിനേക്കാൾ, പാതയ്ക്കു ദീപവും ആത്മാവിൻ വാളതും, പാറയെ പൊട്ടിക്കും ചുറ്റികയും. പാരിലിതുപോലെ മറ്റൊരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല. 2 ഭാഗങ്ങൾ അങ്ങുണ്ടതിലാകവെ ഉണ്ടറു പുസ്തകങ്ങൾ. 2 ഭാഗങ്ങൾ അങ്ങുണ്ടതിലാകവെ ഉണ്ടറുപത്താറ് പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി തൊട്ടു മലാഖി വരെയുള്ള 39 പുസ്തകങ്ങൾ. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യാവിന്, ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഉൽപ്പത്തി, പുറപ്പാടു, ലേവ്യ, സംഖ്യാവിന്, ആവർത്തനം എന്നീ പഞ്ചഗ്രന്ഥം. ഇത്ര കേട്ടാ മതി, അതിനുള്ളത് ഇന്നുള്ളൂ. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, ഇതുപോലെ ഒരു പുസ്തകം വേറെ ഇല്ല. എന്റെ പ്രിയരെ, ഇത് കയ്യിൽ ലഭിച്ചത് തന്നെ വലിയ ഭാഗ്യമാണ്. ഇതെടുക്കാൻ ഇടയാകി തന്നെ വലിയ ഭാഗ്യമാണ്. ദൈവത്തിന് മഹത്വം. ഇതിലെ വാക്യങ്ങൾ പഠിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. മാത്രമാണോ, ഇത് വായിക്കുന്നവനും ഭാഗ്യവാനാണ്. ഭാഗ്യം. പേരെന്തുവാ? അനു. എവിടാ വീട്? ആ, ഭാഗ്യം ഇരിക്കട്ടെ. വെളിപ്പാട് 1:3 ആയിര്. ആ, മാമ മിക്കാറും ഭാഗ്യം എല്ലാം കൊണ്ടുപോകും. ആ, വായിച്ചോ. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും ഭാഗ്യവാൻ. മാമയ്ക്കും ഭാഗ്യമുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, അതുങ്ങൾക്ക് 2 പേര് ഭാഗ്യമാണ്. അല്ല, കേൾക്കുന്ന നിങ്ങൾക്കും ഭാഗ്യമാണ്. സ്തോത്രം. പക്ഷെ ഇത് പ്രമാണിക്കുന്നവരായ ഏറെ ഭാഗ്യവാന്മാർ. ഈ തിരുവെഴുത്ത് നമ്മുടെ കയ്യിൽ വന്നു. ഇത് വായിക്കാനും ധ്യാനിക്കാനും കേൾക്കുവാനും പഠിക്കാനും ഉപരി ഇത് അനുസരിക്കുവാൻ ആചരിക്കുവാൻ ഇടയായത് ഏറ്റവും വലിയ ഭാഗ്യം.
ഈ തിരുവചനത്തിലെ പ്രധാന ഭാഗം എന്നാന്നറിയും, ഇതിലെ ഈ 66 പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാ. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു. മോനെ കോൺലെസ് ഉണ്ടോ? കോൺലെസ് മൈക്ക് ഉണ്ടോ? ദൈവത്തിന് മകൾ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് വായിക്കുന്നവൻ ഭാഗ്യവാൻ, കേൾക്കുന്നവൻ ഭാഗ്യവാൻ, ഇതനുസരിക്കുന്നവനും ഭാഗ്യവാനാ. ദൈവത്തിന് മഹത്വം. ഇത് അനുസരിപ്പാനൊക്കെ ദൈവം കാലാകാലങ്ങളിൽ ഓരോരുത്തരെ ഒരുക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. മാത്രമാണ് ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു. എല്ലാവരിലും ശ്രേഷ്ഠൻ, എല്ലാവരിലും ഉന്നതൻ, എല്ലാവരെക്കാൾ അവൻ മഹത്വമുള്ളവൻ. വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അവിടുത്തെ വിശേഷത 1:5 വായിച്ചോ, 1:5 പെട്ടെന്ന് വായിച്ചോ. വിശ്വസ്തതാഴ്ചയും മരിച്ചവരിലെ ഏത് ജാതനും അധിപതിയുമായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന്. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവാകുന്ന ക്രിസ്തുയേശുവിന്റെ വിശേഷത വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 5-6 പറയുക, അവിടുന്ന് വിശ്വസ്തനായ ദൈവമാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നിന്നെ വിളിച്ച വിശ്വസ്തനാ. നിനക്ക് വേണ്ടി രക്തം ചിന്തി, നിനക്ക് വേണ്ടി ജീവനെ തന്നെ യേശു വിശ്വസ്തനാ. നിന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല. വിശ്വസ്ത സാക്ഷി, ഭൂരാജാക്കന്മാർക്ക് അധിപതി, അവിടുന്ന് ധന്യനാകുന്ന ഏകാധിപതി, താൻ മാത്രം അമർത്യതയുള്ളവൻ, ആരും കാണാത്തവൻ, ആർക്കും കാണാൻ പാടില്ലാത്തവൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. മാറത്തും അങ്കച്ചകെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള ഭേദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കിൽ പിടിച്ച് നിലവിളക്കുള്ള നടുവിൽ നിലകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അന്തരാജലാധാര വൈഡപ്രമന യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഗുരു വന്നിട്ടുണ്ട്. നിന്റെ നേറ്റം വെച്ച അനുഭവങ്ങൾക്ക് നേറ്റം വരുത്തി കല്ലറയെ പേരിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിന്നെ വെളിയിൽ കൊണ്ടുപോവാൻ, നിന്നെ വിടുവിക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ കാര്യമുള്ള യേശു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. മരിച്ചവനിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമിരാജാക്കന്മാരെ ഭരിച്ചുവാൻ ഏകനായകൻ. മരിച്ചവനിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂമിരാജാക്കന്മാരെ ഭരിച്ചുവാഴും. നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരകൾ കഴുകി നമ്മെ ശുദ്ധീകരിച്ച വിശ്വസ്ത സാക്ഷിയെ നീന സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ. ലോകത്തിൻ പാപത്തെ നീക്കുവാൻ വന്ന ദൈവ കുഞ്ഞാടിനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ പാടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവിടെ ഞാൻ വിവരിക്കുന്നില്ല, ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തുവാ. എബ്രായ ലേഖനം പഠിപ്പിക്കുന്ന നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ. തിരുവഴുത്ത് പഠിക്കുക, സ്വർഗത്തെക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ, ശലോമോനിലും വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. ഹല്ലേലൂയ. കേസ് കൊടുത്തിരിക്കുന്ന വരി ഇങ്ങനെ: ഉന്നത ദൈവ നന്ദനുലകിൽ വന്നിതു കന്യാജാതനായി, ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം ക്രിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ തന്നവതാരം.
ലേശം കാണുന്നില്ല മനുഷ്യനിലം മുരതാൻ കല്ലുച്ചത ലേശം കാണും മനുജനിലം നുറകൈതാൻ മരണമതിൻ വിധി എഴുതിയതിവനെ പ്രതിമാത്രം ഭൂമി. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതെ, എനിക്ക് തോന്നുന്നു ഒരു തവരേ ഉള്ളല്ലയോ? എത്ര എന്റെയാ ഉള്ളതാട്ടെ. ഇനിയിപ്പം പണ്ടൊരാള് തവല കൊടുത്തുകൊണ്ട് പറഞ്ഞു, നീ എന്തിനാ രണ്ടും കൊടുത്തു വിട്ടെന്ന്, ഒന്ന് കൊടുത്താൽ പോരായിരുന്നു എന്ന്. ഒന്ന് രണ്ടെണ്ണം ഇരിക്കല്ലോ, ഒന്ന് കൊടുത്താൽ പോരായിരുന്നു എന്ന് അവന്. എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഇതെങ്കിലും ഉണ്ടല്ലോ, വലിയ കാര്യം. വന്നത് ദൈവത്തിന്റെ മകത്തും ഗുരു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ പുള്ളിയും വന്നത് നന്നായി. ദൈവത്തിന്റെ മകത്ത്. എന്നാലേ ഞങ്ങളെ ഈ പഴയ പാട്ടാമെന്ന് ഇച്ചിരി ചെറിയ ഇതുണ്ട്, ഇച്ചിരി താത്തേക്ക് തവല. പുള്ളിയോട് പണക്കം ഉണ്ടായിട്ടല്ല, പുള്ളിയെ താക്കാനല്ല, തവലയുടെ നാദം. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരിലും ശ്രേഷ്ഠനാണ് നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് ഉന്നതനാ. അപ്പൊ ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ഇതിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. ആ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ചു. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. തീത്തോസ് 2:11. പെട്ടെന്ന് ആ ആ ആ ആ അപ്പൊ ശ്രദ്ധിക്കുക, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. പ്രധാനപ്പെട്ട വ്യക്തി നസറയനാകുന്ന യേശു ക്രിസ്തു. രക്ഷിക്കപ്പെടാൻ 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, അര മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഹൃദയം കർത്താവിന് കൊടുക്കുക. എന്റെ യേശുവേ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തെ മോചിച്ച് എന്റെ ഉള്ളത്തിലേക്ക് അങ്ങ് വന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഇന്ന് രാത്രി ആര് പ്രാർത്ഥിക്കും അവരെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാ നസറായൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതെ, അങ്ങനെയുള്ള ഈ പുസ്തകത്തിലെ ഓർപ്പിച്ചല്ലോ, പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തു. പ്രധാന വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ ഇന്ന് രാത്രി ഉത്തമഗീതം കണ്ട പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവെടുത്താണ് വായിച്ചത്. ഒന്നുകൂടെ വായിക്കാം. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കുകയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ. ഏതായാലും എനിക്ക് ഞാൻ അഭിനന്ദിക്കുന്ന ബൈബിളും കൊണ്ടുവന്നല്ലോ, നന്നായിരുന്നു. ചിലരെ വായിക്കാനൊക്കെ കൊണ്ടുവരുന്നുള്ളൂ, ബൈബിളൊന്നും ദൈവം അനുഗ്രഹിക്കട്ടെ, നന്നായി. ഞാൻ ചിലയിടങ്ങളിൽ ചെല്ലും കാണും, എല്ലായിടത്തോണ്ട് ഇടിപിടി എടുത്തോണ്ട് വരുന്നുള്ളൂ, വേറെ ഒന്നും കാണുകയല്ല. പിന്നെ എന്റെ കൂടെ വരുന്നവര് വേറെ പുസ്തകം എടുക്കും, ഞാൻ ഇടയ്ക്ക് അവരോട് പറയും, വായിക്കാൻ പറയും. സ്തോത്രം. ഇതൊരു ശുശ്രൂഷയാ, പ്രോഗ്രാം അല്ല, ഇതൊരു ശുശ്രൂഷയാ. സ്തോത്രം. അത് നന്നായി ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ മകൻ തവലം 5-6 വില്ലയിലും വേറെ പുസ്തകം ഉണ്ടല്ലോ, അത് തന്നെ. ചില ഇഷ്ടം പോലെ തവല കൊണ്ടുവരും, പുസ്തകം കൊണ്ടുവരികയല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഉത്തമഗീതം കണ്ട പുസ്തകം പാട്ടുകളുടെ പാട്ടാ. ഈ ശലോമോൻ ചില പുസ്തകം എഴുതി. അതിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രധാനമായിട്ട് 3 എണ്ണമാണ്. ഒന്ന് സഭാപ്രസംഗി, അത് പുള്ളിയുടെ പേരും അങ്ങനെ തന്നെ. 2 സദൃശവാക്യം. പിന്നെ കിട്ടിയതാണ് പുള്ളി 1500 ഗീതം എഴുതിയെന്ന, നമുക്കൊന്നേ കിട്ടിയുള്ളൂ. 1005 ഗീതം പുള്ളി എഴുതി. പക്ഷെ നമുക്ക് കയ്യില് ഉത്തമഗീതം 1004 എന്ത് ചെയ്യാതോ. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇല്ല, അവിടെ പോകാനാ സാധ്യത. എവിടാ പെണ്ണുങ്ങൾ അടിച്ചു മാറ്റി കാണും. പിന്നെ ഞാൻ വേണേ തെളിയിക്കാം മകനത്തിന്ന്. ദൈവത്തിന്റെ മകത്താം. അയാളെ ആലയമെല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചോ പറഞ്ഞു, ആലയമെല്ലാം പണിതെല്ലാം
എല്ലാം ക്രമീകരിച്ച് വന്ന് പെട്ടകം കൊണ്ടുവച്ചപ്പോ പെട്ടകത്തിനകത്ത് വടിയില്ല, മഞ്ഞയില്ല, അത് അടിച്ചു മാറ്റി കൊണ്ടുപോയി. അപ്പൊ ഇതും അങ്ങനെ പോകാനാ കൊണ്ടുപോയ ആരാന്നൊക്കെ പുസ്തകത്തിൽ അതിന്റെ സൂചനകളുണ്ട്. അല്ലെ, ഒരു തള്ള കാണാൻ വന്നായിരുന്നല്ലോ പുള്ളിയെ. ആരാ? ഞാൻ പിന്നെ പറയാം. അത് 21-ന് പറയാം, ഇന്ന് വേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ധാരാളം ഗീതങ്ങൾ പുള്ളി എഴുതി. നമുക്കൊന്നേ കിട്ടിയുള്ളൂ. ഏതാണ്ട് 3000 സദൃശവാക്യം. ഈ വേദ പണ്ഡിതാക്കളിൽ ചിലർ പറയുന്നത് ദാവീദിന്റെ മകനാണല്ലോ ശലോമോൻ. ദാവീദ് മരിക്കുന്നതിന് മുമ്പ് ശലോമോനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജാകുന്നതിന് മുന്നേ അപ്പൻ. പ്രായമുള്ളവരൊക്കെ അങ്ങനെ പറയാനാ നല്ലത്. പിള്ളേരോട് കാര്യമൊക്കെ എപ്പോഴാ കണ്ണടയെന്നൊന്നും അറിയത്തില്ല. ഇരിപ്പ് കണ്ടാ ചാകുകയില്ലെന്നും പറഞ്ഞാ ഇരിക്കുന്നത്. പക്ഷെ ചാകുമെന്നുള്ളത് ഉറപ്പാ. നമ്മുടെ ആ സംസാരവും പോക്കും ഭാവവും ഇരിപ്പും ആ ഗമണ്ടും ഒക്കെ കണ്ടാ പോകുകയില്ലെന്നും പറഞ്ഞാ. പക്ഷെ ഇത്ര പെട്ടെന്നാ ഓരോന്ന് പോകുന്നത്. ഒരിക്കലിനെ നീയുള്ളൂ. നമ്മൾ ചോദിക്കല്ലേ, പുള്ളി ജോർജ് കുട്ടി എങ്ങനെയാ മരിച്ചത്? യോഗത്തിനിടയിൽ പിന്നൊന്നും മിണ്ടിയില്ല. നമ്മുടെ ഇരിപ്പ് കണ്ട ഒരു 50 ഇക്കളിനുണ്ടെന്നും പറഞ്ഞാ ഇരിക്കുന്നേ. ആരെ ഇക്കളിന് നീ ഇല്ല. സ്തോത്രം. ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടുക. ദൂരമേ അല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. ദൂരമേ അല്ല മരണം എന്നാർക്കറിയാം, ലേശവും ഇല്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന? ഇടയ്ക്ക് കയറി പറയട്ടെ, കണ്ണടയുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറയനാകുന്ന യേശുവിന്റെ പരിശുദ്ധ നാമം. പാപത്തെ മോചിക്കുന്ന നാമം, രോഗിയെ സൗഖ്യമാക്കുന്ന നാമം, ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം, ജനം വിടുതൽ പ്രാപിക്കുന്ന നാമം, എല്ലാ നാമത്തിലും മേലോയ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന വിറയ്ക്കുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. ഹല്ലേലൂയ. ഇടയ്ക്ക് കയറി പറയാ, നമ്മുടെ പോക്കും പാവം ഒക്കെ കണ്ടാ മരിക്കുകയല്ലെന്നും പറഞ്ഞാ എല്ലാരും മരിക്കും. കർത്താവ് വരാൻ താമസിച്ചാൽ ഇടിക്കുന്ന സകല എണ്ണോ. പിന്നെ ഇപ്പൊ തന്നെ ഞാൻ നോക്കി, ചിലത് പരുവക്കേടിലായിരിക്കുന്നത്. പിന്നെ ആ നോട്ടം കാണുമ്പോ എനിക്കറിയാം. സ്തോത്രം. അല്ല, ഞാൻ മരണ വീട്ടിൽ പറയും, മരിച്ചില്ലേ പ്രശ്നമാ. ഇരിക്കുന്നതെല്ലാം കൂടെ മരിക്കാതിരുന്ന അത് വലിയ പ്രശ്നമാണ്. അതാ സാങ്കുട്ടി പാസ് കാര്യമൊക്കെ അറിയാം. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ദൈവദാസന. ഇദ്ദേഹം ഇരുന്ന സഭകളിലൊക്കെ നാട്ടില് ശുശ്രൂഷിപ്പാനും എന്നെ വിളിച്ച് ധാരാളം ശുശ്രൂഷകൾ ചെയ്യിപ്പിച്ച കർത്തദാസന് ദൈവം ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, സ്കൂളിൽ പണ്ട് പഠിച്ചതാ, കാലൻ ഇങ്ങോട്ട് വരുന്നില്ല, അതുകൊണ്ട് ഒരെണ്ണം ചാകുന്നില്ല. അത് പ്രശ്നമാണ്. കാലം മരണം. ഇല്ല, രക്ഷിക്കപ്പെടാത്തവനെ കൊണ്ടുപോകാൻ ആരാ വരുന്നേ? കാലനാ വരുന്നേ. ഇതിപ്പോ കണ്ടിട്ട് മിക്കവാറും മറ്റേ പുള്ളി വരാനാ സാധ്യത. പക്ഷേ ഒരു ദൈവവൈതലിനെ കൊണ്ടുപോകാൻ കാലനല്ല വരുന്നത്, ദൂതന്മാരാ. നമ്മള് ലൂക്കോസിൽ വായിക്കുന്നുണ്ടല്ലോ, ലാസർ മരിച്ചു, ദൂതന്മാരവന് അബ്രഹാമിതാവിന്റെ ദൂതന്മാരാ വരുന്നത് ദൈവവൈതലിനെ കൊണ്ടുപോകാൻ. അതാ ഭക്തന്മാരൊക്കെ മരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ആമയ്ക്കോ ദൂതൻ വരുന്നെന്ന്. ചച്ചക്കോടിന്റെ മുൻ ഓവർസിയർ ആയിരുന്നു, ഇപ്പോഴല്ല, TM വർഗീസ് സാറിന്റെ മരുമകനാണ് ചാക്കോ സാറ്. MV ചാക്കോ അല്ല, PC ചാക്കോ. ഇപ്പോഴത്തെ UK ബഹുമാനപ്പെട്ട ജോ കുര്യന്റെ പിതാവ്, മല്ലപ്പള്ളിക്കാരാ. അപ്പൊ അദ്ദേഹം മരിക്കുന്ന സമയത്ത് അടുത്ത് നിന്ന് ജോർജ് കുട്ടിച്ചാൻ എന്നോട് പറഞ്ഞതാ. അന്ന് അദ്ദേഹം ബൈബിൾ സ്കൂളിൽ പഠിക്കുക. മരിക്കുന്ന സമയത്ത് പറഞ്ഞു, ജോർജ് കുട്ടി, ഞാൻ ദൂതന്മാരെ പോവാ.
ദൂതന്മാരെ ഞാൻ കാണുന്നുണ്ട്. കണ്ണുമൊക്കെ അങ്ങ് തെളിഞ്ഞ് മുഖമൊക്കെ പ്രകാശിച്ച്. എന്നിട്ട് പുള്ളി പറഞ്ഞു, യോ ആണ്ട ദൂതന്മാര് സ്വർഗം തുറക്കുന്ന ഞാൻ കാണുന്നെന്ന് പുള്ളി പറഞ്ഞതാ. യോ ഞാൻ പലരെയും കാണുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറഞ്ഞൊരു ഡയലോഗ്, യോ ആണ്ട തങ്കയ്യാച്ചൻ ഇരിക്കുന്നെന്ന് എന്ന് പറഞ്ഞ പാസ്റ്റർ PAV സാമിന്റെ പിതാവ് ART അതിശയം. അതാ അരുമനായകൻ നേശമണി വീരയ്യ തങ്കയ്യാച്ചൻ. ആ ART അതിശയം, ART അരുമനായകം. അതാ പുള്ളി പറഞ്ഞു, ഞാൻ തങ്കയ്യാച്ചനെ കാണുന്നെന്ന്. ഇത് പറഞ്ഞ് മുഖമെല്ലാം അങ്ങ് പ്രസന്ന വദനനായി ശോഭിച്ച് കണ്ണടക്കിയായിരുന്നു. ഭക്തന്മാരൊക്കെ അങ്ങനെ മൂത്താമ്പാക്കൽ ഉപദേശി പറഞ്ഞു കേട്ടുകൊണ്ട് മരിക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ മുഖമെല്ലാം അങ്ങ് ശോഭിച്ച് സന്തത സഹചാരിയായ ചാണ്ടിക്കുഞ്ഞ് നിൽക്കുക. പറഞ്ഞു, ചാണ്ടിക്കുഞ്ഞ് ദൂതന്മാരെല്ലാം വരുന്നു, ഞാൻ പോകാൻ പോവാന്ന്. ശിഷ്യന്മാരെല്ലാം മട്ടം നോക്കിയിട്ട് ഒരു ദൂതനെയും കാണുന്നില്ല. കൊച്ചുകുഞ്ഞ് ഉപദേശി കാണുക ദൂതൻ വരുന്നെന്ന്. ഇങ്ങനെ പറഞ്ഞു വെച്ച് പുള്ളി അല്പം കഴിഞ്ഞപ്പോ കിടക്കുന്ന കട്ടിലേ നിന്ന് ഇങ്ങനെ ഒരു വശം ചരിഞ്ഞപ്പോ ചാണ്ടിക്കുഞ്ഞ് പറഞ്ഞ അച്ചായ താഴെ പോകും നിവർന്ന് കിടക്കാം. അപ്പൊ പുള്ളി പറഞ്ഞെന്നാ പറഞ്ഞ, ചാണ്ടിക്കുഞ്ഞെ തിരിയാനൊക്കത്തില്ല, കട്ടിലിന്റെ ഇഴുകയിലെല്ലാം ദൂതൻ വന്നിരിക്കുന്നെന്ന്. കൊണ്ടുപോകാൻ, നമ്മളെ കൊണ്ടുപോകാൻ ആരാന്നോ വരുന്നേ? നോട്ടോ ഇരിപ്പം കണ്ടിട്ട് മറ്റേ പുള്ളി തന്നെ വരാനാ? ലക്ഷണം കണ്ടിട്ട് മിക്കാറും എനിക്ക് തിരിയാൻ മേലെ, ഇഴുകയിലെല്ലാം ദൂതന്മാരിയ്ക്കുന്നെന്ന്. കുറച്ച് കഴിഞ്ഞ് പുള്ളി നിവർന്ന് കിടന്നു. ദൂതന്മാരെഴുന്നേറ്റ്, ഞാൻ പോകാൻ പോവാന്ന്. അന്നേരം പറഞ്ഞ, നിങ്ങളൊരു പാട്ട് പാടാൻ. അപ്പൊ അവര് കൂടെ നിന്നവര് പാടിയെന്നാ പറയുന്നത്, എന്നെ ഏൽപ്പാനായി ദൈവദൂത. അപ്പൊ ഇവര് ഈ പാട്ട് പാടിയപ്പോ ഉപദേശി പറഞ്ഞെന്നാ കേൾക്കുന്നത്, നിർത്ത്, ഞാൻ വേറൊരു പാട്ട് കേൾക്കുന്നത്. കേട്ടല്ലോ, സ്വർഗീയ സൈന്യത്തിന്റെ ഗാനാലാണ്. അതിനെപ്പറ്റി വേറൊരാൾ എഴുതിയതാ, യോർദാനക്കര കാണുന്നു ഞാൻ വാഗ്ദത്ത ദേശം ശോഭയായി. അതിനകത്ത് ഒരു വരിയുണ്ട്, വൈണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു ഞാൻ. ഓ വൈണികന്മാരുടെ ഇമ്പഗാനം കേൾക്കുന്നു. ഞാനേ അധികം ഒന്നും പാടുന്നില്ല, ഇത്ര സമയം ഒന്നും പോരാ. എന്നാൽ ഈ തിരക്കിന്റെ നടുവിൽ ഇത്ര ഒപ്പിച്ചതിന് വളരെ വലിയ കാര്യം. ദൈവത്തിന്റെ മഹത്വം. 10 പറ ഉണങ്ങണ്ട മായിക്കകത്ത് 2 പറ ഉണങ്ങാം, ഇച്ചിരി തീർത്ത് വെച്ചാൽ മതി. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാ, നിങ്ങൾ ഈ പാട്ട് നിർത്ത്, ഞാൻ വേറൊരു പാട്ട് കേൾക്കുന്നെന്ന്. ഭക്തന്മാരെല്ലാം കടന്നു പോയപ്പോ അവരെയൊക്കെ ദൂതന്മാര് വന്ന് കൊണ്ടുപോവുക. രക്ഷിക്കപ്പെടാത്തവനെ കൊണ്ടുപോകുന്നത് കാലനാ. അപ്പൊ കാലൻ ഇങ്ങോട്ട് വന്നില്ല, കാലൻ വരാഞ്ഞുകൊണ്ട് ഒരെണ്ണം പോകുന്നില്ല, മുഴുവൻ ഇരിക്കുക. നമ്മള് പഠിച്ചിട്ടുള്ളതാ, മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പൻ അവർക്കുണ്ട്. 500 വയസ്സുള്ള പുള്ളി ചെറുപ്പം, ആ പുള്ളിയുടെ അപ്പൂപ്പനുണ്ടെന്ന്. 500 വയസ്സുള്ള ഒരപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പൻ അവർക്കുണ്ട്. കഞ്ഞിക്ക് വകയില്ല. വീടുകൾ ഓരോയിടത്തും കുഞ്ഞുങ്ങൾക്ക് 8-10 പറയരി കൊണ്ടുപോരാ. 100 പറ വെച്ചാൽ മുതുക്കന്മാർക്ക് അത് കൊണ്ടങ്ങ് എത്ര മാത്രം 2 തെറ്റ് വിളമ്പുമ്പോ എത്തുമല്ല. നമ്മുടെ വിവാഹ ശുശ്രൂഷ പോല, വിവാഹ ശുശ്രൂഷ ആളില്ല, പക്ഷെ വിളമ്പുന്നിടത്ത് ആ ഷട്ടറിന്റെ അവിടെ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്നത് ഇല്ലെങ്കിൽ അത് പ്രശ്നമാ. പക്ഷെ ദൈവമക്കൊക്കെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും, ഇതിനപ്പുറം നമുക്കൊരു ജീവിതമുണ്ട്. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോടാ. അത് ചേച്ചി ചില കാര്യങ്ങൾ പറഞ്ഞു, മോനെ പിതാക്കന്മാര് പോയ വഴി കൂടെ ഞാൻ പോവുക. പിന്നെ നിനക്കറിയാൻ മേലാത്ത ചില കാര്യം പറഞ്ഞു തരാം. മരിക്കുന്നതിന് മുന്നേ പിള്ളേരോട് കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കണം. ഒന്നും പറയാതെ ഒരു ഇക്കിളിട്ട് പോകരുത്. അല്ല, നേരത്തെ ഒന്ന് എഴുതി വെക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഒരു അമ്മയുണ്ടായിരുന്നു, എല്ലാം ക്രമീകരിച്ചു. അവസാനം മാർബിൾ കല്ലും എഴുതി, പേരും എഴുതി, എല്ലാം വെച്ചു. എല്ലാം ക്രമീകരിച്ച് വെച്ചേച്ചാ. പുറപ്പിക്കേണ്ട തുണിയ, പിന്നെ എല്ലാ കാര്യങ്ങള്, തലയെ കെട്ടേണ്ടത്, കൊടുക്കേണ്ട സാരി, അതിന്റെ കാര്യങ്ങള്. പഴയ അമ്മയാ. ദൈവദാസന്മാരൊക്കെ വരും, ഇന്ന ആൾക്കാർ വരും, അവർക്ക് കൊടുക്കാനുള്ള കവറ്. നിങ്ങൾ ചുമ്മാ പറഞ്ഞൊന്നുമല്ല, എല്ലാം. സെമിത്തേരി കൊടുക്കേണ്ട ഭക്ഷണത്തിന്റെ കാര്യങ്ങള്, അത് കഴിഞ്ഞ് വീട്ടിൽ വരുന്നവർക്ക് കൊടുക്കേണ്ടത് എല്ലാം അമ്മ എഴുതി വെച്ച് ക്രമീകരിച്ച് വെച്ചാ.
നല്ല പ്രത്യാശയായിരുന്നെന്ന്. നല്ല അമ്മ ഇച്ചിരി ബന്ധമുണ്ട്, കളിക്കാട്ടിലെ കൊച്ചമ്മ. നിങ്ങളുടെ ബന്ധമല്ലയോ? ഈയിടെ ഞാൻ പോയി കണ്ട്. ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. പോകാൻ റെഡി ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു. പോകാൻ റെഡി ആയിട്ടിരിക്കുക. പെയിന്റ് പാപ്പച്ചാന്റെ സഹധർമ്മണി കൊച്ചമ്മ നല്ല പ്രത്യാശയാ. നമ്മുടെ ചത്തോങ്കര ഷാരോനി കൂടിക്കൊണ്ടിരുന്നത് പഴയ പെയിന്റ് പാപ്പച്ചാന്റെ ഭാര്യ. ഞാൻ ചെന്ന് ചോദിച്ചു ക്ഷീണമായിട്ട് എങ്ങനെയുണ്ട്? പോകാൻ റെഡി ആയിട്ടിരിക്കുകയെന്ന്. കൊടുക്കേണ്ട ചട്ടയും മുണ്ടും നേരിയതുമല്ല എന്നോട് പറഞ്ഞു, എല്ലാം ഞാൻ ക്രമീകരിച്ച് വെച്ചിരിക്കുക. തന്നെയല്ല ഈ അമ്മ പ്രൈസന്റെ ഭാര്യ പറഞ്ഞു രാത്രി പാതിരാത്രിക്കാ കുളിക്കുന്നെന്ന്. ഞാൻ ചോദിച്ചു പാതിരാ എന്ത് പറയാ? എന്റെ പാസ്റ്ററെ ഞാനത് കുളിക്കുന്ന എന്നാന്ന് ചോദിച്ചാ പ്രാർത്ഥന രാത്രി കിടക്കുമ്പം ഉറങ്ങുന്ന സമയത്ത് മരിക്കണമെന്ന എന്റെ പ്രാർത്ഥന. ഇത്ര വണ്ണമില്ലേ? പിന്നെ അന്നേരം പിന്നെ മരിച്ചു കഴിയുമ്പോ കൊച്ചുങ്ങൾ തുണി മാറാനൊക്കെ വലിയ വണ്ണമല്ലേ, എടുക്കുകയും പൊക്കുക. അതിന് ഞാന് രാത്രി കുളിച്ച് പുതിയ നല്ല വൃത്തിയുള്ള ചട്ടയും മുണ്ടുമൊക്കെ നല്ല അടുക്കിട്ട് കൊടുത്ത് നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. അഥവാ പോവുകയാണെങ്കിൽ പിന്നെ ഡ്രസ്സ് മാറട്ടെ. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പിറ്റേന്ന് മാറുന്നത് കത്തികൊണ്ട് കീറി എല്ലാം എന്തെല്ലാം ഒപ്പിരൊപ്പിച്ച് പിന്നെ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പിന്നെ പുറകിൽ എന്നാന്നുള്ളതൊന്നും ബാക്കിയെല്ലാം തിരികെ സൈഡിലോട്ട് കയറ്റി വെക്കുക. അല്ല ഇന്നേലും വന്ന് ഈ യോഗത്തിന് വന്നുണ്ട് അങ്ങനെയും ഗുണമുണ്ടാകുക. എല്ലാം ക്രമീകരിച്ചാ വെച്ചേക്കുന്നത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടാ പോകുകയല്ലെന്നും പറഞ്ഞായിരിക്കുന്നത്. അപ്പോൾ ശലോമോനോട് ദാവീദ് മരിക്കുന്നു 1, 2 കൈ അങ്ങോട്ട് പോകാൻ അതിന് എത്ര അന്തസ് പോകും? 3 എഴുന്നേറ്റൊന്ന് കാണാനാ. ഒന്ന് എഴുന്നേറ്റോ? അതിനെന്നാ നാണക്കേടന്നെ. പണ്ട് പാടുന്നൊരു പാട്ടുണ്ട്, നമുക്ക് 4 പേർ കൂടെ പാടാം. ഞാൻ തെറ്റിച്ചാലും ഞാൻ ചിലപ്പോ തെറ്റിക്കും. നിങ്ങൾ നിക്കേ, ഞാൻ തെറ്റിക്കും, എനിക്ക് തിട്ടമില്ല, നിങ്ങൾക്കറിയാം. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ കൂടെ പോരും ജീവിത. പേടിച്ച് പാടാത്താന്നോ? എന്നായിരുന്നോ? മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യ നീ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടും. എനിക്ക് എന്നെ കേൾക്കുന്നവരോട് അറിയിപ്പാനുള്ള പ്രധാനപ്പെട്ട മരണത്തിന്റെ തണുത്ത വന്നിന്റെ തപ്പുന്നതിന് മുമ്പ് കൊടുക്കുക, മുമ്പോട്ട് പോകാം. അപ്പൊ ശലോമോനോട് ദാവീദ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് 2-ാം അധ്യായത്തില. മോനെ, യോവാബിനെ വെറുതെ വിടരുത്. ബർസില്ലായിയുടെ മക്കളോട് ദയ തോന്നണം. പിന്നെ ഗേറയുടെ മനുഷ്യമയ്യ അവൻ എന്നെ പണ്ട് രാഗ്യത അകത്ത് ജോലി കൊണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ നാട്ടിൽ ഇവിടുത്തെ അറിയത്തില്ല, പറയും ഒരു നിരപ്പിന്റെ ശുശ്രൂഷ കഴിഞ്ഞ് ചെല്ല് ഉപവസിക്കല്ലേ, പാസ്റ്റർമാര് പറയും എഴുന്നേറ്റ് സമർപ്പിച്ചാട്ട് ചെല്ല് പറയാ നാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. യുവാസ പ്രാർത്ഥനയെ ചെല്ല് ഭാഷയൊക്കെയാ അടിയൻ പൊടി ചുമ്മാ പറയുന്ന ഇവനെല്ലാം കുരുക്കൊപ്പിച്ചായിരിക്കുന്നത്. ചുമ്മാ കൊമ്പ് കോർക്ക് ക്ലിയർ ആക്കുന്നില്ലല്ലോ, വെറുതെ പറയുന്നതാ. പേഴ്സണലായിട്ട് അവനവൻ വ്യക്തിപരമായിട്ട് ചിന്തിച്ചേ എന്തെല്ലാം ഒപ്പിരൊപ്പിച്ചാ പലരും ഇരിക്കുന്നേ. ഇതൊക്കെ ദൈവം കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഇത് ക്രമീകരണമൊക്കെ വരുത്തണം. ഞാൻ ആ ഭാഗം വിടുക. അപ്പൊ ഗേറയുടെ മകൻ ശിമയി പണ്ടെന്നെ പ്രാഗി ശപിച്ചവനാ. പക്ഷെ അന്ന് നിരപ്പിന്റെ ഒക്കെ ശുശ്രൂഷ ആണെങ്കിലും നീ ബുദ്ധിമാനാ, അവനെ ഒതുക്കിയാക്കാൻ പറഞ്ഞു. അപ്പന്റെ മോനല്ലേ ശലോമോൻ, അവൻ ഒതുക്കിയ വിധമൊക്കെ നിങ്ങൾക്ക് പുസ്തകം പഠിക്കുമ്പോൾ അറിയാം. എന്തായാലും കൊള്ളാം, മരിക്കുന്നതിന് മുമ്പ് ശലോമോൻ പുസ്തകങ്ങൾ പ്രധാനമായിട്ട് 3 എണ്ണമാണ്. ഒന്ന് ഈ സഭാപ്രസംഗി സദൃശവാക്യം, കൃപയിന്ന് പൊയ്ക്കോണ്ടിരുന്നപ്പോ എഴുതിയ പുസ്തകവും കൃപയിന്ന് പൂർണ്ണമായിട്ട് പോയപ്പോ എഴുതിയ പുസ്തകം. ഈ പലരും പുസ്തകം എഴുതും, പുസ്തകം വായിക്കുമ്പോൾ അറിയാം ഇത് കൃപയിൽ നിന്നുള്ളതാണോ. അംഗങ്ങളുടെ അവരുടെ എല്ലാം കുറെ ഫോട്ടോ വെച്ച് അങ്ങ് ഇറക്കുക. താള് മറിക്കും തോറും
നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒന്നും ശ്രദ്ധിക്കുന്നില്ലല്ലയോ? നല്ല കാര്യം. തത്തുല്യമായിട്ട് സന്ദർഭോചിതമായിട്ട് 2 ഫോട്ടോ എതിരൊന്നുമല്ല. ഓരോ പേജിലും ഇവരുടെ പത്രാസും പ്രൗഢിയൊക്കെ അറിയിക്കാനാ. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. അപ്പൊ ഈ കൃപയിൽ നിൽക്കുമ്പോഴുള്ള പുസ്തകവും കൃപയിൽ നിന്ന് പൊയ്ക്കോണ്ടിരുന്നപ്പോ എഴുതിയ പുസ്തകവും കൃപയിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയപ്പോഴുള്ള പുസ്തകവും, ഇതിനെപ്പറ്റി വേദപഠിതാക്കളിൽ ചിലര് പറയുന്നത് ഈ കൃപയിൽ നിന്നപ്പോൾ പ്രിയനെ പറ്റിയൊക്കെ നന്നായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അത് കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പൊയ്ക്കോണ്ടിരിക്കുമ്പം പിന്മാറ്റം ഒരു ദിവസം മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ അപ്പനെ നിന്ദിക്കരുത് കേട്ടോ മോളെ. അമ്മേ, അത് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നത് നീ ജോർജ് കുട്ടി കാണരുത് കേട്ടോ. ഒടുവിൽ നിന്നെ കൊത്തും കേട്ടോ. പുള്ളി ഒരു പരുവത്തിൽ കിടക്കുക. എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാവോ? ഒരു വാക്യം വായിച്ച 11-1. ഞാൻ വചനത്തിൽ നിന്നാകുമ്പോ പിന്നെ എന്റെ ഒങ്ങായിക്ക് പിടിക്കുകയല്ലോ. 11-1 വായിച്ചേ. 11-1 അതാന്നാ വായിക്കേണ്ടത്. പുള്ളിയുടെ പെണ്ണുങ്ങളുടെ പേര് പറയാൻ പറഞ്ഞപ്പം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-1 എടുക്ക്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 11-1. അപ്പൊ ഓൾറെഡി ഒരു വിവാഹം കഴിച്ചത് ആ പറവോന്റെ മോളെ. അത് കൂടാതെ മോവാബ്യര്, അമ്മോന്യര്, ഏദോമ്യര്, സീദോന്യര്, ഹിത്യര്, ഈ പുള്ളിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എന്തായാലും പുള്ളി ഗുണദോഷം പറയും. പരസ്ത്രീയെ നോക്കരുതേ, പരസ്ത്രീയെ നോക്കരുത് കേട്ടോ. അവിടെ വീട്ടിൽ നീ പോവുക, പുള്ളിയുടെ വീട്ടിലുണ്ടല്ലോ ഇഷ്ടം പോലെ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സഭകളിലും ഉണ്ട്. പിള്ളേരോട് പറയത്തില്ലേ ആരാധിക്കടാ, എന്നിട്ട് ഇയാള് കരിങ്കല്ലിരിക്കുമ്പോൾ ഇരിക്കുക. എന്തിനാടാ ഇങ്ങനെ ഇരിക്കുന്നേ? കൊച്ചുങ്ങളോട് പറയാ സ്തുതിച്ചാട്ട കൊച്ചുങ്ങള്. പിള്ളേര് നല്ല, നീ കുഞ്ഞുങ്ങളെ വലിയ ഗുണദോഷം കൊടുക്കുന്നുണ്ടല്ലോ. അടങ്ങിയിരിക്കാൻ പിള്ളേരോട് പറയും. നീ സഭായത്തിന് അടങ്ങിയിരിക്കോ? നീ മൊബൈലുമായിട്ട് കൂടെ കൂടെ വെളിയിൽ ചാടുക, ഇതിനകത്തിരുന്ന് പണിയല്ലേ? എന്നെ അവരാരാധിക്ക സാങ്കുട്ടി ചില ആൾക്കാർ അനങ്ങത്തിൽ ഇങ്ങനെ ഇരിക്കും. അവരെഴുന്നേക്കുമ്പോ എല്ലാരെയും അളക്കണം. സ്തുതിച്ചാട്ടെ ഒരിക്കൽ കൂടെ എന്താ പറയാ, പോരാ പോരാ, ശക്തിയോടെ നിന്നിങ്ങനെ വില്ലുക. ഇവിടെ ഒരു പാട്ടുമുണ്ട്, ഒരു പാട്ടുണ്ട് ഇത് പോരായേ, അന്നൊരു വേറൊരു പാട്ടുണ്ട് ഇത് മതിയേ. മനുഷ്യൻ കിടന്ന് കുഴയുക. ഒരു പാട്ട് മതിയെന്ന്, അപ്പൊ മറ്റേ പാട്ട് ഇതൊന്നും അറിഞ്ഞില്ലേ? ശലോമോൻ കൃപയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക, എന്നാലും ഭയങ്കര ഗുണദോഷമാ. സ്തോത്രം. നീ പിള്ളേരെ മാത്രം പറഞ്ഞപ്പോ ആരാധിക്കാൻ നീയും ആരാധിക്കണം. മറ്റുള്ളവരെ സ്തുതിപ്പിച്ചാ പോരാ, നീയും ദൈവത്തെ സ്തുതിക്കണം. മറ്റുള്ളവരെ ആരാധിപ്പിച്ചാ പോരാ, നീയും ദൈവത്തെ ആരാധിക്കണം. മറ്റുള്ളവരെ കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാ പോരാ, നീയും ഹല്ലേലൂയ പറയണം. ഞങ്ങളെ ഉപദേശിമാരുടെ ഇടയിൽ ചിലരുണ്ട്, എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കും. യവന്മാര് പലരും പറയത്തുമില്ല. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആദ്യം നമ്മുടെ ജീവിതത്തിൽ തെളിയിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ശലോമോന്റെ കുഴപ്പടി ഇയാള് കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകമാണ് ഉത്തമഗീതം. അതാ പ്രിയനെ പറ്റി നന്നായിട്ട് വർണ്ണിച്ചു. വായിച്ച് 5:10 മുതൽ വായിച്ച് 5:10 മുതൽ പ്രിയനെ പറ്റി 5:10 പെട്ടെന്ന്. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അയ്യോ, അങ്ങ് പ്രത്യേക പറഞ്ഞ അതിന്റെ മുകളിലുണ്ട് നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലതും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവള് പറയുക, എന്റെ പ്രിയനോ വെണ്മയും ചുവപ്പുള്ളവൻ, അവൻ 10,000 ശ്രേഷ്ഠൻ. അടുത്ത വാക്യം വായിര് അടുത്തത് വായിച്ചോ. അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. പിന്നെ അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതും. താഴോട്ട് പഠിച്ചു വരുമ്പോൾ അങ്ങ് പ്രത്യംഗ വർണ്ണനയാ. നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ വിശേഷത വല്ലതും ഉണ്ടോ? ഓരോരോ വിശേഷത അങ്ങോട്ട് എണ്ണി പറയുകയാ. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളോ.
സുന്ദരി നിന്റെ പ്രിയനെന്നു വിശേഷതയുള്ളോ. ആയിരം പത്താലെ അതിൽ എന്നേശു മുഖ്യനായുണ്ട്. അക്കരിങ്കയെ നോക്ക് അതിൽ എന്നേശുവിൻ മൂർത്തിയുണ്ട്. കരിങ്കയെ നോക്ക് അതിൽ എന്നേശുവിൻ മൂർത്തിയുണ്ട്. പച്ചപതിച്ച പൊന്നോക്ക് അതിൽ എന്നേശുവിന്റെ ഉണ്ട്. നീലക്കൽദന്തത്തെ നോക്ക് അതിൽ എന്നേശുവിൻ കൈകളുണ്ട്. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളോ. അതേ സമയത്ത് ഭയപ്പെടുന്നപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം കൃപയിൽ നിന്നപ്പോൾ എഴുതിയതാ. യേശു ക്രിസ്തുവിന്റെ അങ്ങപ്രത്യങ്ക വർണ്ണന 5-ാം അധ്യായത്തിന്റെ 13 നിഴലും പൊരുളുവാണല്ലോ. ആ പ്രിയന്റെ ഇടയന്റെ അവൻ അങ്ങപ്രത്യങ്ക വർണ്ണന കൃപയിൽ നിന്ന് പോയിക്കൊണ്ടിരുന്നപ്പം എഴുതിയതാണ്. സദൃശവാക്യം മുഴുവൻ ഗുണദോഷമാണ്. പുള്ളി തെറ്റിക്കിടക്കുക. എന്നാലും ചെല്ലുമേടത്തില്ലേ സൺഡേ സ്കൂളിന് പോടാ, പുള്ളി ആരാധനയ്ക്ക് വരികയല്ല, പിള്ളേരെ പറഞ്ഞു വിടും. പെട്ടെന്ന് ഒരുങ്ങിപ്പോ കുടിച്ച് 4 കാലല്ല വരുന്നെങ്കിൽ ചോദിക്കും പാട്ട് പാടി പ്രാർത്ഥിച്ചോ. അങ്ങനെയുള്ള വിദ്വാന്മാരൊത്തിരി ഉണ്ട്. ഇതായിരുന്നു ശലോമോന്റെ ഈ പരുവത്തിനുള്ള പോക്ക്. ഇയാള് കൃപയിൽ നിന്നൊക്കെ പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തേലും പുള്ളി ഗുണദോഷം ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. കൃപയിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയപ്പോ എഴുതിയ പുസ്തകമാണ് പറഞ്ഞ സഭാപ്രസംഗം. അന്നേരം പരുവക്കേടായി. അതാ പുള്ളി ഒടുവിൽ അബദ്ധം പറയുക, മനുഷ്യനും ചാകുന്നു മൃഗവും ചാകുന്നു, രണ്ടിന്റെയും ഗതി മനുഷ്യന്റെ ആത്മാവ് മേപ്പോട്ടാന്നോ കീപ്പോട്ടാ. ഇതുപോലെ ബോധക്കേട് പിടിച്ചൊരുത്തൻ നേരത്തെ നല്ല ബോധമുള്ളവനായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇതാണ് ഈ പുസ്തകത്തിന്റെ ക്രമമെന്ന. ഏതായാലും നമ്മൾ വായിച്ചത് ഉത്തമഗീതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവെടുത്താണല്ലോ. ഒന്നുകൂടെ വായിച്ചു. ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ഒരു ചെറു കുറുക്കന്മാരെ തന്നെ പിടിച്ചു. ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തെ പറ്റി ഒരു ചരിത്രം. പലസ്തീനിൽ നടന്ന ഒരു സംഭവമായിരുന്നു ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം എന്ന. ഓടിച്ചു പറയാം, നിങ്ങൾക്ക് അറിവുള്ള കാര്യമാകുന്ന സന്ദർഭം വന്നുകൊണ്ട് ഓടിച്ചൊന്ന് പറയാം. പലസ്തീനിൽ നടന്ന ഒരു സംഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പുസ്തകം ശലോമോൻ എഴുതിയത് എന്നാണ് പറയുന്നത്. ഈ പുസ്തകത്തിൽ ചില പ്രതിപാദ്യ പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. 1 ശലോമോൻ, 2 ഇടയച്ചെറുക്കൻ ഇടയൻ, 3 ശൂന്യങ്കാരി, 4 ഈ ശൂന്യങ്കാരിയെ പ്രസവിച്ച പെറ്റമ്മ,
5 ഒരു പോറ്റമ്മ, 6 രാത്രിയിലെ കാവൽക്കാര്, 7 ഈ പെറ്റമ്മയുടെ ആദ്യത്തെ വകയിൽപ്പെട്ട ചില പിള്ളേര്, അതാ അമ്മയുടെ പുത്രന്മാർ. പിന്നെ ശലോമോന്റെ പട്ടമഹിഷിയാകാൻ ആഗ്രഹിച്ചവരും, പിന്നെ വെപ്പാട്ടികളും, ശലോമോന്റെ പല്ലക്ക് ചുമക്കുന്നവരും, പരിചാരക വൃന്ദങ്ങളും ഒക്കെ, ഇങ്ങനെ ധാരാളം വ്യക്തികളെ ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തല ഭാഗം, പലസ്തീനിൽ ഒരു സ്ത്രീ ഗർഭവതിയായി. ഈ സ്ത്രീയെ പറ്റി ചരിത്രം പഠിപ്പിക്കുന്നത് ഇവള് പല ആവർത്തി ഗർഭവതിയായെന്ന പരപുരുഷന്മാരാൽ അത്ര നല്ല സ്വഭാവമുള്ളൊരു സ്ത്രീയല്ല. ഈ സ്ത്രീ ഗർഭവതിയായി. അങ്ങനെ ഇവള് പ്രസവിച്ചു കഴിയുമ്പോൾ പരപുരുഷനുമായിട്ട് ഇടപെട്ട് പ്രസവിച്ചു കഴിയുമ്പോൾ ഈ കുട്ടിയെ പ്രസവിച്ച് പെൺകുട്ടിയാണെങ്കിൽ ഉപേക്ഷിക്കും, ആൺകുട്ടികളാണെങ്കിൽ രക്ഷ ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ പല സന്ദർഭങ്ങളിൽ ജനിച്ച കുട്ടികളാണ് അമ്മയുടെ പുത്രന്മാർ. ആൺകുട്ടികളെ രക്ഷപ്പെടുത്തും. പതിവ് പോലെ ഈ സ്ത്രീ ഗർഭവതിയായി ഏതോ പരപുരുഷനാൽ. ഞാനതിന്റെ ചരിത്രമാ പറയുന്നത്. അങ്ങനെ ഈ സ്ത്രീ പരപുരുഷനാൽ ഗർഭവതിയായി. ഈ സ്ത്രീയുടെ തൊടിലെ ഈ കുട്ടിയെ പ്രസവിക്കുമ്പോൾ പെൺകുഞ്ഞാണെങ്കിൽ ഉപേക്ഷിക്കും, എടുക്കത്തില്ല. ഒന്നെങ്കിൽ അത് കരഞ്ഞിയാകും, ഇല്ലെങ്കിൽ വെള്ളം കിട്ടാതെയും മറ്റു തത്തുല്യമായ നിലയിൽ ഇത് ചത്തുപോകും, ഇല്ലേ എന്തെങ്കിലും കടിച്ചു കീറുകയൊക്കെ ചെയ്യും. ആൺകുട്ടികളെ രക്ഷപ്പെടുത്തും. പതിവ് പോലെ പ്രസവ വേദന ആരംഭിച്ചു. ഈ സ്ത്രീയെ മുറ്റുകാട്ടിലേക്ക് പോയി. ഒരു കുറ്റിക്കാടെന്നാ പറയുന്നത്. അവിടെ പ്രസവിപ്പാൻ തരം വട്ടം കൂട്ടി. അപ്പോൾ ആമ്പിള്ളേരെ, നേരത്തെ പ്രസവിച്ച് വളർത്തിയ ആമ്പിള്ളേരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഈ അമ്മ നിർദ്ദേശം കൊടുത്തെന്നാ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിൽക്കണം, അമ്മ പ്രസവിക്കാൻ പോകുകയാ. അമ്മ പ്രസവിച്ചു കഴിഞ്ഞ് പെൺകുട്ടിയാണെങ്കിൽ ഇതിനെ ഉപേക്ഷിക്കും, ആൺകുട്ടിയാണെങ്കിൽ എടുത്തോണ്ട് വരും, നിങ്ങളെ പോലെ വളർത്തും. പെൺകുട്ടിയാണെങ്കിൽ ഉപേക്ഷിക്കും. അങ്ങനെ ഉപേക്ഷിച്ച് അവിടെ ഇടുമ്പോ നിങ്ങൾ ഇവിടെ നിൽക്കണം, ആരെങ്കിലും ഇതിനെ എടുത്തോണ്ട് പോകുകയാണെങ്കിൽ എനിക്ക് അറിവ് തരണം, അല്ലെങ്കിൽ ഇത് കരഞ്ഞിയാകും, കിടന്നിയാകും, ഉറുമ്പ് കടിച്ചോ ഹൃംസജന്തുക്കൾ ഏതേലൊക്കെ വന്ന് വല്ല ചെന്നായോ ഒക്കെ വന്ന് കടിച്ച് ഇതിനെ കൊല്ലും, നിങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞ് ചട്ടം കെട്ടിയിട്ട് ഈ അമ്മ, ചരിത്രമാ, ദൂരെ പോയി ഒരു കുറ്റിക്കാട്ട് ചെന്ന് ഇവര് പ്രസവിച്ചെന്ന. അപ്പൊ ഈ ശൂന്യങ്കാരിയെ പ്രസവിച്ചത് പുസ്തകത്തിൽ വായിക്കുന്ന നാരകത്തിന്റെ ചുവട്ടിൽ വെച്ചെന്ന. 8-ന്റെ 5-ാം വാക്യമല്ലയോ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 8-ന്റെ 5 വായിച്ചേ. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ, അടുത്തത് നാരകത്തിൻ ചുവട്ടിൽ വെച്ച് അവിടെ വെച്ച് നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചെന്ന. അപ്പൊ ഈ പെൺകുട്ടിയെ പ്രസവിച്ചത് നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച. മലയാളത്തിൽ നാരകത്തിൽ എന്നാ, ഇംഗ്ലീഷിൽ ആപ്പിൾ എന്നാ. ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടോ എന്ന് വായിച്ച് ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ. ആപ്പിൾ, എനിക്ക് എല്ലാം ഒന്നും അറിയത്തില്ല. ആപ്പിൾ എന്ന് കേട്ടാ മതി, അത് മതി. ആപ്പിൾ. ഇനി ഇത് പറഞ്ഞ് തർക്കം ഉണ്ടായി 2 സഭയാക്കരുത്, ആപ്പിൾ സഭയും നാരക സഭയും. അങ്ങനെയൊക്കെ ഉണ്ടാകും. ചെറിയ വിഷയം മതി സഭ ഉണ്ടാകാൻ. പണ്ടൊരു തള്ള നിന്ന് സാക്ഷി പറഞ്ഞപ്പോ തള്ള അങ്ങ് ഇളക്ക, വേറെ തള്ള നമ്മുടെ ഇങ്ങവനത്ത് നടന്നതാ. തള്ളയുടെ തള്ള 2 സഭയായി. അന്ന് ഇരുന്ന തള്ളയും കൂട്ടരും കൊണ്ട് ഒരു സഭ, താഴെ ഇരുന്ന തള്ളയും കൂട്ടരും കൂടെ. അപ്പൊ അവര് പറഞ്ഞ് മനഃപൂർവ്വം ഇവളെന്റെ തലേ, അവരുണ്ടാകാൻ അധിക നേരം ഒന്നും. ഇന്നലെയാണോ ആരാണ്ട് എന്നോട് പറഞ്ഞു ഒരു മുട്ട താഴെ വീണതാ ഒരു സഭ ഉണ്ടായിരുന്നു. ഒരു മുട്ട, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മുട്ട താഴെ വീണപ്പോ സൺഡേ സ്കൂളിന് വന്ന കുഞ്ഞൊരു മുട്ട കൊണ്ടുവന്നു. അതെടുത്തപ്പോ മുട്ട താഴോട്ട് വീണു. താഴോട്ട് വീണപ്പോ മുട്ട പൊട്ടി. അപ്പൊ സൺഡേ സ്കൂൾ അധ്യാപകനാ, വർഷങ്ങൾക്ക് മുമ്പാ മുട്ട എടുത്തങ്ങ് കളയും. നമ്മൾ എന്ത് വെട്ടപ്പെട്ട ഒരു സഭ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അപ്പൊ എന്താ പറഞ്ഞാൽ ആപ്പിളും നാരകവും പറഞ്ഞ് സഭ ഉണ്ടാക്കരുത്. പിന്നെ 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 അതാ പറഞ്ഞു, കണ്ടമാനം തുടക്കരുത്. പിന്നെ പിന്നെ
പിന്നെ ഇത്രയും ഒപ്പിച്ചല്ലോ, വലിയ കാര്യം. സാധാരണ പഴയ രീതി വെച്ചായി പറയുന്നത്, ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ഒന്ന് അതിന്റെ പുക്കിൾ കുടി കട്ട് ചെയ്യണം, രണ്ട് തുടച്ച് വൃത്തിയാക്കണം, പണ്ടൊക്കെ കുളിപ്പിക്കുകയെന്ന അല്ലെ തുടച്ച് വൃത്തിയാക്കണം, മൂന്ന് പണ്ട് കാലത്ത് ഉപ്പ് തേക്കും, ഉപ്പ് ഇപ്പൊ ക്രീമാന്ന് തോന്നല്ലയോ, ഇപ്പൊ ക്രീമാണ് ഉപ്പ്, നാല് തുണിക്കകത്ത് ഇതിനെ പൊതിഞ്ഞ് ക്രമപ്പെടുത്തണം, അഞ്ച് നാസാദ്വാരം അത് പതുക്കെ തടവി ക്രമപ്പെടുത്തണം, ആറ് കരയുന്നുണ്ടോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കണം, ഇല്ല അതിന് ചില മറുകൃതികളുണ്ട്, ഏഴ് ശ്വാസോച്ഛ്വാസം ഏത് വിധത്തിലാണെന്ന് ശ്രദ്ധിക്കണം, എട്ട് എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ ഇത്ര മതി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, ഇയാൾ ഇതല്ലേ എങ്ങനെ അറിഞ്ഞെന്ന് ചിലരുടെ മനസ്സിൽ വന്ന്, ഇയാൾ ഇതല്ല. എനിക്ക് അറിഞ്ഞത് വേറൊന്നുമല്ല, ഞാൻ വേറെ പുസ്തകം വായിച്ചപ്പോഴാണ്. വായിച്ചേ 16:2 യഹസ്കേൽ 16:2 പെട്ടെന്ന് വായിരും. അവിടെ കിടപ്പുണ്ട്, പിന്നെ പുസ്തകം വായിച്ചാൽ മതി. ഓടിച്ചു വായിച്ചോ. നിന്റെ ഉൽപ്പത്തിയും കനാൻ ദേശത്താകുന്നു, നിന്റെ അപ്പൻ അമൂല്യരും അമ്മ ഹിത്യ സ്ത്രീയും അത്രേ, നിന്റെ ജനന വസ്തുതയോ നാളിൽ നിന്റെ പൂക്കൾ മുറിച്ചില്ല, ജനിച്ച നാളിൽ പൂക്കൾ കൊടി മുറിച്ചില്ല, വെള്ളത്തിൽ കുളിപ്പിച്ചില്ല, വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയില്ല. ഇതൊക്കെ ചെയ്യേണ്ട അടിയന്തര ശുശ്രൂഷകളാ. അപ്പൊ വെടിപ്പാക്കണം, കുളിപ്പിക്കണം, പുക്കൾ കൊടി മുറിക്കണം, തുണിയിൽ ചുറ്റണം, ഇത് ക്രമപ്പെടുത്തണം, ഇതൊക്കെ ചെയ്യണം. ഈ സ്ത്രീ ഇതൊന്നും ചെയ്തില്ല, കരുണയില്ലാത്തൊരു സ്ത്രീ. ഈ സ്ത്രീ ആരാന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങൾ നേരത്തെ നിന്ന സ്ഥലമാണ്. ഒരു കരുണയുമില്ലായിരുന്നല്ലോ, ഒരു ദയയില്ലായിരുന്നല്ലോ, ചേർത്തണയ്ക്കുവാൻ രക്ഷിക്കുമ്പത്തിലേക്ക് ഇറങ്ങി വന്നു. അത് നസറയനാകുന്ന യേശു. ഈ അമ്മ കരുണയില്ലാത്ത ലോകത്തെ കാണിക്കുന്നതാ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ലോകമോഹങ്ങളില ദയയില്ല, അനുകമ്പയില്ല. എന്നാൽ പൗലോസ് പറയാ, കരുണാസമ്പന്നനായ ദൈവമോ, നമ്മളോട് കരുണയോടെ ഇടപെടുന്ന ഒരു നല്ല ദൈവമുണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. 21:14 ബാക്കി വെള്ളിയാഴ്ച പറയാം. പിടിച്ചു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ദൂതുകൾ ഇന്ന് രാത്രിയിൽ ദൈവം നമുക്ക് പ്രദാനം